മഞ്ചേശ്വരം ഉദ്യാവറിൽ അടച്ചുപൂട്ടിയ അംഗൻവാടി അധികാരികളുടെ അവഗണനയിൽ അസ്ഥിപഞ്ജരമായി മാറുന്നു. വാടക വീട്ടിലെ പ്രവർത്തനവും നിർത്തേണ്ടി വന്നതോടെ ഒരു മാസത്തോളമായി പഴയതുപോലെ വീടുകളിൽ തന്നെ കഴിയുകയാണ് പല കുട്ടികളും. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് പ്രദേശമായ ഉദ്യാവർ ഗേറ്റിലെ 21-ാം നമ്പർ അംഗൻവാടിയാണ് കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി അടച്ചുപൂട്ടിക്കിടക്കുന്നത്. ബലക്കുറവിന്റെ പേരിൽ അടച്ചുപൂട്ടിയ കെട്ടിടത്തെ പിന്നെ അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഇതുമൂലം തകർച്ചയുടെ പാരമ്യതയിലേക്ക് അനുദിനം വേഗത്തിൽ നടന്നു നീങ്ങുകയാണ് കെട്ടിടം. കോൺക്രീറ്റ് പാളികൾ അടർന്നും ചുമരുകളിൽ വിള്ളൽ വീണും ജനലുകൾ ദ്രവിച്ചുമെല്ലാം അങ്ങേയറ്റം അസ്ഥിപഞ്ജരമായി മാറിയിരിക്കുകയാണ് കാലപ്പഴക്കം ഏറെയുള്ള കെട്ടിടം. എന്നാൽ ഇത് അടച്ചുപൂട്ടിയതോടെ കഴിഞ്ഞ 6 മാസക്കാലമായി സമീപത്തായുള്ള ഒരു വാടക വീട്ടിലാണ് അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. വാർഡ് മെമ്പർ ഇടപെട്ട് തരപ്പെടുത്തിയ വീടിന്റെ വാടക കുടിശ്ശികയായതോടെ ഇവിടെ നിന്നും ഒഴിയേണ്ടി വന്നു. മറ്റൊരു വഴിയും മുന്നിലില്ലാത്തതിനാൽ അംഗൻവാടിയുടെ പ്രവർത്തനം പലതരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുന്ന പഴയ കെട്ടിടത്തിലേക്ക് തന്നെ മാറ്റേണ്ടി വന്ന ദുരവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഈ നാട്ടിൽ ഒരു ബാലവാടി വേണല്ലേ, മുമ്പേ ഉള്ള ബാലവാടി ഇത് ഇപ്പൊ ഇങ്ങനെല്ലായിട്ട് ബീതുമ്പലായിനി പിള്ളേരെ മേലക്കല്ല. അപ്പൊ ടീച്ചറിനോറും വന്നിട്ട് അവർ അതിനെ ഇരിക്കണ സ്ഥലം ഇല്ലല്ലോ, ഇവിടെ ഇരിക്കും വേണമെങ്കിൽ എല്ലാം ബീതിനായില്ല മീറ്റ ഇതല്ലേ. അങ്ങനെ ഗവൺമെന്റ്കാർ ഒരു ഇതൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരമാക്കിയിട്ട് തരണം. ഇവിടെ ഇതേ നാട്ടിൽ ഒരു ബാലവാടിയാവും പോലെ. പിന്നെ ആരും എന്ത് ഇതാക്കുന്നില്ല, ഇതിലേക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഇതെല്ലാം വയസ്സാണ് ആരും എല്ലാം പറയുന്നു ഇങ്ങനെ ശരിയാക്കിയിട്ട് തരുന്നെന്ന്. ഇത്രത്തോളം ആരും ശരിയാക്കിയിട്ടില്ല. ഇതിനായിട്ട് ഒരു പരിഹാരം എന്തെന്ന് ചൊല്ലിട്ട് ഗവൺമെന്റിൻ്റെ അവർ ഇല്ല എടുക്കണം റൂൾസ് ആയിട്ട്. നേരത്തെ വാടക വീട്ടിൽ അംഗൻവാടി പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 1 വർഷത്തോളം കുട്ടികൾക്കെല്ലാം വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നിരുന്നു. അതേ അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുമോ എന്ന സംശയത്തിലാണ് രക്ഷിതാക്കളെല്ലാം. അതിനിടെ പ്രശ്നത്തിനുള്ള താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ വെൽഫെയർ കമ്മിറ്റി തൊട്ടടുത്തുള്ള 19-ാം വാർഡിലെ മദ്രസയിൽ അംഗൻവാടി നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ഇതേ വാർഡിലെ മെമ്പർ രംഗത്ത് വന്നതോടെ ആ വഴിയും അടഞ്ഞു. 1.5 കൊല്ലയുടെ അംഗൻവാടി ശരിക്കില്ലാണ്ട് ഈ അംഗൻവാടി വീഗാനായിട്ടുണ്ട്. എൻ്റെ നമ്മൾ ചെറുതിരിക്കുമുണ്ട് ഈ അംഗൻവാടിയുടെ, ഇതുവരെ ശരിയാക്കിയിട്ടില്ല. പിന്നെ മദ്രസൻ്റെ ഇത് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞ് അത് വേണ്ട, 19 വാർഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പിന്നെ ഒരു വേറൊരു അംഗൻവാടിയാക്കി. അതിൻ്റെ വാടക 6 മാസമായിട്ടും കൊടുത്തിട്ടില്ല വേറെ. അപ്പോൾ ഇപ്പോൾ കുറേ 20 ദിവസമായി കുട്ടികൾക്ക് അംഗൻവാടി ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ഈ വാർഡിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു അംഗൻവാടി വേണം. രക്ഷിതാക്കളെയും അധ്യാപകരെയും വലിയ തോതിലുള്ള ആധിയിലും ആശങ്കയിലും ആഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൽ ഭാഗികമായിട്ടാണെങ്കിലും അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഒന്നും അറിയാതെ ഇതിനകത്തും പുറത്തുമായി പഠിച്ചും കളിച്ചും കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഏതു നിമിഷവും ഏതെങ്കിലും ഒരു അപകടത്തിന്റെ ഇരയായേക്കാമെന്നാണ് ഇവിടുത്തെ സാഹചര്യം ആരെയും ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ മഞ്ചേശ്വര പഞ്ചായത്തിൻ്റെ 20-ാം വാർഡിൻ്റെ സെൻറ്റർ നമ്പർ 21 എൻ്റെ ഉദ്യാവർ ഗേറ്റ് അംഗൻവാടിൻ്റെ ടീച്ചർ സിന്ധു. ഈ അംഗൻവാടി ഇപ്പോൾ 1 വർഷം 7 മാസമായി ബിൽഡിംഗ് ഫിറ്റ്നസ് ഇല്ലാണ്ട് അടിച്ചിട്ടിട്ടുള്ളത്. 6 മാസം അടുത്തുള്ള ഒരു വീട്ടിൽ പ്രവർത്തിച്ച് 6 മാസം അടുത്ത വാടക കൊടുക്കാണ്ട് ആദ്യം ആടുന്ന് ഈ കെട്ടിടത്തിലേക്ക് തന്നെ മാറേണ്ടി വന്നു. പിന്നെ മെമ്പർ 6 മാസം താൽക്കാലികമായിട്ട് ബിൽഡിംഗ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 6 മാസക്കാലം വാടക കൊടുക്കാണ്ട് പിന്നെ ആ വീട്ടുകാർ ഞങ്ങളിൽ ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് 6 മാസത്തെ വാടക പോലും കൊടുത്തിട്ടുണ്ട്. 25 കുട്ടികൾ വന്നോളുണ്ടായിരുന്നു. ഇപ്പോൾ ആ മക്കൾക്ക് അംഗൻവാടിയുടെ ഇല്ലാത്ത ആ മക്കൾ വീട്ടിൽ തന്നെ ഉണ്ട്. ആ മക്കളെ ഭാവി നഷ്ടപ്പെടുന്നു. പിന്നെ ഇവിടെ ബെനിഫിഷ്യറികൾ കൂടുതൽ പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ്, അഡോളസൻ്റ് മക്കളെല്ലാം അവരെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം താറുമാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തണമെന്നായിട്ട് പറയുന്നു. എല്ലാം കണ്ടും കേട്ടും അവഗണന തുടർന്നുകൊണ്ടേയിരിക്കുന്ന അധികാരികൾക്കെതിരെ ഇവിടുത്തുകാരിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പുകയുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് അണപൊട്ടി സമരരൂപത്തിലേക്ക് മാറിയേക്കാം. അതിനൊന്നും ഇടവരുത്താതെ ഇനിയെങ്കിലും ഉറക്കം നടിക്കുന്ന ഉത്തരവാദപ്പെട്ടവർ ഉണർന്നെണീക്കണമെന്നും നിരവധി കുട്ടികളെത്തുന്ന ഈ അംഗൻവാടിയുടെ പ്രവർത്തനം സുരക്ഷിതവും കാര്യക്ഷമവുമാക്കണം എന്നതുമാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായവും ആഗ്രഹവും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.